ഇതിഹാസങ്ങൾ കയറിയിറങ്ങിയ റയൽ മാഡ്രിഡിൽ നിന്ന് പ്രതാപകാലം നുണഞ്ഞ ലോസ് ബ്ലാങ്കോസിലെ ആ അവസാന തിളക്കത്തിന് മേൽ ഇരുൾ വന്ന് വീഴുകയാണ്. അലക്കടലായി ഇരുമ്പിയാർത്ത ബെർണാബുവിൽ ഒരു തരം മൂകതയാണ്. കാറ്റാളന്മാർ ചാമ്പ്യന്മാരായതുകൊണ്ട് തന്നെ ലക്ഷ്യം കാൽപന്തിനെ ആസ്വദിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ കർവഹാലിന് അങ്ങനെയായിരുന്നില്ല. തന്റെ കരിയറിനെ അത്രമേൽ മനോഹരമാക്കിയ റയലിന്റെ രാജമന്ത്രി ആ ഒരു ബോധ്യത്തിൽ നിന്ന് പിറന്നതാണ് മത്സരത്തിലെ കർവഹാലിന്റെ ആ അസിസ്റ്റും. കർവഹാലിന്റെ കളിമികവിനെ കുറിച്ച് ഒരിക്കൽ പെപ് ഗാർഡിയോള ഇങ്ങനെ പറയുകയുണ്ടായി: ലോകത്തിലെ ഏറ്റവും ബുദ്ധിശാലികമായ ഒരു ഫുൾ ബാക്കുകളിൽ ഒരാളാണ് കർവഹാൽ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു കളിയെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതെ, അയാൾ അങ്ങനെയായിരുന്നു, അങ്ങനെ മാത്രമായിരുന്നു. എവിടെ എന്ത് ചെയ്യണമെന്ന്, എതിരാളികൾ ഏത് കൊലകൊമ്പന്മാരായാലും എങ്ങനെ നേരിടണമെന്നും കൃത്യമായ കണക്ക് കൂട്ടലുകളുള്ള ഒരു താരമായിരുന്നു ഡാനി കർവഹാൽ. ഒരു പ്രൊഫഷണൽ താരം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെയും ഒരു റയൽ മാഡ്രിഡ് താരം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെയും ഉത്തരമാണ് ഡാനി കർവഹാൽ എന്ന് ഒരിക്കൽ അഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. 2002 ഒരു 10 വയസ്സുകാരൻ കർവഹാലിന് ആ ബാഡ്ജിനോട് പ്രണയം തോന്നി തുടങ്ങുമ്പോൾ അന്നാരും കരുതിയിരുന്നില്ല ആ കൊച്ചുബാലിന്റെ സ്ഥാനം ഹൃദയത്തിലാണെന്ന്. വാൾഡബബാസ് നിർമ്മാണത്തിന്റെ ആദിശില അന്നത്തെ ഇതിഹാസ താരം ആൽഫ്രെഡോ ഡെസ്റ്റഫാനോക്കൊപ്പം ചേർന്ന് സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് കുട്ടിയായിരുന്ന കർവഹാലിനെയായിരുന്നു. 2010-12 കാലഘട്ടങ്ങളിൽ ബി ടീമായ റയൽ മാഡ്രിഡ് കാസ്റ്റിലേക്ക് വേണ്ടി അയാൾ കളിച്ചു തുടങ്ങി. തുടർന്ന് ഫസ്റ്റ് ടീമിൽ അവസരം ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് ചേക്കേറേണ്ടി വന്നു. അവിടെ ബയർ ലെവർകൂസന് വേണ്ടിയാണ് താരം ബൂട്ട് കെട്ടിയിറങ്ങിയത്. അവിടെ ബുണ്ടസ് ലീഗയിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി തിളങ്ങിയതോടെ റയൽ മാഡ്രിഡ് തങ്ങളുടെ ബൈബാക്ക് ക്ലോസ് ഉപയോഗിച്ച് ഒരു വർഷത്തിനകം തന്നെ അദ്ദേഹത്തെ തിരികെ ടീമിലെത്തിച്ചു. 2013 ഓഗസ്റ്റ് 18 റയൽ ബെറ്റിസിനെതിരെ കർവഹാൽ റയലിന്റെ ആ തൂവള്ള ജേഴ്സിയിൽ ആദ്യമായി അണിനിരക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ സീസൺ കർവഹാൽ ഒരിക്കലും മറക്കാനിടയില്ല. കാരണം ആ സീസണിലാണ് റയൽ മാഡ്രിഡ് തങ്ങളുടെ 10ാം ചാമ്പ്യൻസ് ലീഗ് ഷെൽഫിലേക്ക് എത്തിക്കുന്നത്. അതോടെ കർവഹാലും അതിന് പങ്കാളിയായി. പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ എതിരാളികളുടെ ഹൃദയത്തിൽ ഭീതി നിറച്ചൊരു താരമായി മാറി ഡാനി കർവഹാൽ. അയാളെ നിരായുധരാക്കി കടന്നു പോവുക എന്നത് പ്രയാസകരമായിരുന്നു. ആ പരിഭവം പല പ്ലേയേഴ്സിനും കണ്ടിരുന്നു. അന്നത്തെ പരിശീലകനായിരുന്ന സിനദിൻ സിദാന്റെ മാന്ത്രിക മികവിൽ ലോസ് ബ്ലാങ്കോസ് തുടർച്ചയായി 3 തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോൾ പ്രതിരോധ കോട്ടയിലെ കുന്തമുനയായിരുന്നു ഡാനി കർവഹാൽ. 2024 ചാമ്പ്യൻസ് ലീഗിന്റെ കലാശപ്പോര് ഓർക്കുന്നുണ്ടോ? ബൊറൂസിയ ഡോട്ട്മുണ്ടും റയൽ മാഡ്രിഡും ഒരു ലക്ഷ്യത്തിനായി തമ്മിലടിച്ച ആ രാത്രി. അന്ന് 74-ാം മിനിറ്റിൽ ആ മനുഷ്യൻ അവതരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ അങ്ങനെയാണ്. വിബൽ ഘട്ടത്തിൽ ഒരു ടീമിന്റെ രക്ഷകനാവാൻ അവതരിക്കുന്ന പോരാളിയാണ് ഡാനി കർവഹാൽ. ഫൈനൽ പോരിലെ മാൻ ഓഫ് ദ മാച്ചും ആ മനുഷ്യൻ തന്നെയായിരുന്നു. കരീം ബെൻസിമയും ലൂക്ക മോഡ്രിച്ചും ടീം വിട്ടതോടെ ക്യാപ്റ്റൻസി അയാളെ തേടിയെത്തി. ആ പദവിക്ക് അർഹനായ മറ്റൊരാളെയും ആ ടീമിൽ അന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. റയൽ മാഡ്രിഡുമായുള്ള 23 വർഷത്തെ മാഡ്രിഡ് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് 2026 മെയ് മാസത്തിൽ ക്ലബും കർവഹാലും പ്രഖ്യാപിച്ചു. 2026 മെയ് 24 അത്ലറ്റിക്കോ ബിൽബാവയ്ക്കെതിരെയുള്ള ലാലിഗ മത്സരത്തിന് ശേഷം സാന്റിയാഗോ ബെർണാബു സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ തങ്ങളുടെ ഇതിഹാസ നായകന് ആരാധകർ വൈകാരികമായ യാത്രയയപ്പ് നൽകി. അതെ, ഒരു യുഗം ഇവിടെ അവസാനിക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ തൂവള്ള ജേഴ്സിയിൽ 451 മത്സരങ്ങളിലാണ് അദ്ദേഹം കളത്തിലിറങ്ങിയത്. നേടിയത് 14 ഗോളുകളും 65 അസിസ്റ്റുകളുമാണ്. 27 ട്രോഫികളാണ് അദ്ദേഹം ആ ടീമിനോടൊപ്പം ഉയർത്തിയത്. അതിൽ 4 ചാമ്പ്യൻസ് ലീഗുകളും 4 ലാലിഗയും ഉൾപ്പെടുന്നു. എന്നാൽ എല്ലാം ഇന്ന് ഓർമ്മകളാണ്. വിട്ടകന്നെങ്കിലും സ്ഥാനം ഹൃദയത്തിലാണെന്ന യാഥാർത്ഥ്യത്തിൽ അയാളെന്നും ഞങ്ങൾക്കൊരു നായകൻ തന്നെയാണ്. അതെ, നിങ്ങളെ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ റയൽ മാഡ്രിഡിന്റെ എല്ലാമായിരുന്നു.